കോട്ടയത്തെ നഷ്ടപ്രതാപം വീണ്ടെടുക്കാൻ കോൺഗ്രസ്. ചങ്ങനാശ്ശേരി ഏറ്റുമാനൂരും ജോസഫ് ഗ്രൂപ്പിന് കൊടുക്കില്ല. മോൻസ് ജോസഫിനെ കടുത്തുരുത്തിയിൽ ഒതുക്കാനും കോൺഗ്രസിൽ ധാരണ. കഴിഞ്ഞ അസംബ്ലി ഇലക്ഷനിൽ മധ്യ തിരുവിതാംകൂറിൽ കേരള കോൺഗ്രസിനെ ഒതുക്കി കൂടുതൽ സീറ്റുകൾ നേടുന്നതിനു വേണ്ടിയാണ് കോട്ടയം ജില്ലാ പഞ്ചായത്തിലെ ഇല്ലാത്ത എഗ്രിമെന്റിന്റെ പേര് പറഞ്ഞ് കേരള കോൺഗ്രസ് മാണി വിഭാഗത്തെ UDF-ൽ നിന്ന് പുറത്താക്കിയത്. എന്നാൽ ഭൂരിപക്ഷം പാർട്ടി നേതാക്കളും അണികളും തങ്ങൾക്കൊപ്പമാണെന്ന ധാരണ സൃഷ്ടിച്ച മാണി വിഭാഗം മത്സരിച്ചിരുന്ന സീറ്റുകളെല്ലാം സീറ്റ് പ്രതീക്ഷിച്ചിരുന്ന കോൺഗ്രസ് നേതാക്കളെ വെട്ടി ജോസഫ് വിഭാഗം തട്ടിയെടുക്കുകയായിരുന്നു. എന്നാൽ റിസൾട്ട് വന്നപ്പോൾ മോൻസ് ജോസഫും PJ ജോസഫും ഒഴികെയുള്ള എല്ലാവരും പരാജയപ്പെടുകയാണ് ഉണ്ടായത്. കോട്ടയം, പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിലുണ്ടായ കനത്ത തിരിച്ചടി UDF-നെ കേരള ചരിത്രത്തിൽ ആദ്യമായി വീണ്ടും പ്രതിപക്ഷത്തിലെത്തി. അന്നു മുതൽ ഇന്ന് വരെ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തെയും പാർട്ടി ചെയർമാനെയും ആക്ഷേപിച്ച് വിശ്രമം തീർത്തിരുന്ന കോൺഗ്രസ് വീണ്ടും തങ്ങളുടെ വിശ്വരൂപം കാണിക്കുന്നതിനുള്ള തയ്യാറെടുപ്പിലാണ്. കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ കോട്ടയത്ത് ജോസഫ് ഗ്രൂപ്പിന്റെ ഫ്രാൻസിസ് ജോർജ് ജയിച്ചതോടെ കോട്ടയം ജില്ലയിൽ കൂടുതൽ പിടിമുറുക്കുവാനുള്ള ശ്രമമാണ് മോൻസും കൂട്ടരും നടത്തുന്നത്. വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റുകളിൽ മത്സരിക്കുന്നതിനുള്ള തയ്യാറെടുപ്പുകളിലാണ് ജോസഫ് ഗ്രൂപ്പ്. എന്നാൽ ഈ നീക്കങ്ങളെ തടയുന്നതിനുള്ള നീക്കങ്ങൾ കോൺഗ്രസ് ആരംഭിച്ചതായാണ് ലഭിക്കുന്ന സൂചനകൾ. സ്വന്തമായി ജില്ലയിൽ മണ്ഡലം കമ്മിറ്റികൾ പോലുമില്ലാത്ത ജോസഫ് ഗ്രൂപ്പിന്റെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി ചുവരെഴുതിയതും വീട് കയറിയതും കോൺഗ്രസ് പ്രവർത്തകരാണ്. എന്നാൽ ഫലപ്രഖ്യാപനത്തിന്റെ തൊട്ടടുത്തുള്ള ദിവസം നടന്ന ഉമ്മൻചാണ്ടി അനുസ്മരണ ചടങ്ങിൽ നിന്ന് ഫ്രാൻസിസ് ജോർജും മോൻസും വിട്ടുനിന്നത് കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ വലിയ അതൃപ്തി ഉണ്ടാക്കി. ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടുന്ന മോൻസ് കഴിഞ്ഞ ഒരു മാസമായി അമേരിക്കയിലായിരുന്നു. ഈ സമയത്ത് കടുത്തുരുത്തിയിലെ കളം തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റുക എന്ന ലക്ഷ്യം വെച്ച പ്രധാനപ്പെട്ട ജില്ലാ നേതാക്കളെല്ലാം കടുത്തുരുത്തി കേന്ദ്രീകരിച്ച് പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. കേരള കോൺഗ്രസ് എമ്മിന് ശക്തമായ വോട്ട് ബാങ്കുള്ള കടുത്തുരുത്തിയിൽ കഴിഞ്ഞ ഇലക്ഷനിൽ BJP പിന്തുണയിൽ കഷ്ടിച്ച് കടന്നുകൂടിയ മോൻസ് അടുത്ത ഇലക്ഷനിൽ വാഴുമോ അതോ വീഴുമോ എന്നറിയാനുള്ള ആകാംക്ഷയിലാണ് രാഷ്ട്രീയ കേരളം.